മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെനയാന്ന് RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ സിറ്റി ഇന്റിമേഷൻ വന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സിറ്റി ഇന്റിമേഷൻ ലെറ്റർ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ഇനി എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ് എന്ന് വരും? എക്സാം സെന്റർ നമുക്ക് എന്ന് അറിയാൻ പറ്റും? എവിടെ വെച്ചായിരിക്കും എക്സാം വരുന്നത്? ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത്? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയിടാം. ഇവിടെ കാറ്റഗറി നമ്പർ എത്രയാണ്? CN നമ്പർ 06/2024 NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം. ഇവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ഓഗസ്റ്റ് 2025 മുതൽ 7 ഓഗസ്റ്റ് 2025 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് എക്സാം നടക്കുന്നത്. അപ്പൊ നോക്കിയേ, 7 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 8 വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, മെനഞ്ഞാന്ന് സിറ്റി ഇന്റിമേഷൻ വന്ന ആൾക്കാരുടെ എല്ലാം തന്നെ എക്സാം എന്നായിരിക്കും? 7-ാം തീയതി ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സാമിന് 10 ദിവസം മുമ്പാണ്, ഒരിക്കൽ കൂടെ എക്സാമിന് 10 ദിവസം മുമ്പാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സിറ്റി ഇന്റിമേഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് ഏത് സിറ്റിയിലാണ് എക്സാം നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതേസമയം ആർക്കെങ്കിലും ഈ സിറ്റി ഇന്റിമേഷൻ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് 7-ാം തീയതിയോ 8-ാം തീയതിയോ ഒന്നും എന്തില്ല, എക്സാം ഒന്നുമില്ല. എക്സാം എന്നാണോ അതിന് 10 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് സിറ്റി ഇന്റിമേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓഗസ്റ്റ് 20-നാണ് എക്സാം എന്ന് സങ്കല്പിച്ചോ. ഓഗസ്റ്റ് 20-നാണ് എക്സാം. ഓഗസ്റ്റ് 20-ന് എക്സാം എങ്കിൽ എന്നേ നമുക്ക് സിറ്റി ഇന്റിമേഷൻ ലെറ്റർ നമുക്ക് കിട്ടത്തുള്ളൂ 10-ാം തീയതി നമുക്ക് കിട്ടത്തുള്ളൂ. ഓഗസ്റ്റ് 10-ാം തീയതി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, എന്താ സിറ്റി ഇന്റിമേഷൻ ലെറ്റർ എന്ന് വെച്ചാൽ എവിടെ വെച്ചാണ് നമ്മുടെ എക്സാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം നോക്കിയേ, എക്സാമിന് 4 ദിവസം മുമ്പ്, എക്സാമിന് 4 ദിവസം മുമ്പാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഈ കോൾ ലെറ്റേഴ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഹാൾ ടിക്കറ്റ് ഇല്ല, അത് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? എക്സാമിന് 4 ദിവസം മുമ്പാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഗസ്റ്റ് 7-ന് എക്സാം ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതിക്ക് എന്ത് കിട്ടും? നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കുക, അടുത്ത് ഇനി എത്ര ദിവസം നമ്മുടെ മുമ്പിലുണ്ട്? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ദിവസങ്ങളിൽ എന്തിനൊക്കെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം? പിന്നെ ഒരു കാര്യം പറയാനുണ്ട് മക്കളെ, ഈ ആധാർ ലോക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും, അതായത് നോർമലി ഒരാളുടെ ആധാർ എന്തായിരിക്കത്തില്ല, ലോക്ക്ഡ് ആയിരിക്കത്തില്ല. ഇനി ആരെങ്കിലും അക്ഷയയിലൊക്കെ പോയി ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ID അവിടെ വർക്ക് ആവത്തില്ല, നമുക്കവിടെ വെരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബയോമെട്രിക് അവിടെ എന്ത് ചെയ്യത്തില്ല, സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആധാർ ലോക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തേക്കാം കേട്ടോ, മറക്കണ്ട. ഇനി അത് കഴിഞ്ഞ് നോക്കുക, ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് 1 എടുക്കുകയാണെങ്കിൽ, NTPC ഗ്രാജുവേറ്റ് ലെവൽ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഓക്കെ, അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന മേഖലകളാണ് ഒന്ന് റീസണിങ്. നമ്മൾ എടുക്കുകയാണെങ്കിൽ റീസണിങ്ങിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന മേഖലകളാണ് ഒന്ന് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ, ബ്ലഡ് റിലേഷൻ, നമ്പർ സീരീസ്, അനലോഗി, സീറ്റിംഗ് അറേഞ്ച്മെന്റിനകത്ത് തന്നെ ഫ്ലോർ അറേഞ്ച്മെന്റ് പഠിക്കുക, ലൈൻ അറേഞ്ച്മെന്റ് നോക്കുക. അതേപോലെ തന്നെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, പ്രത്യേകിച്ച് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ടോപ്പിക്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് പോവുക. ഇനി അതേസമയം മാത്സിലേക്ക് പോകുമ്പോൾ അവിടെ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒന്ന് സിംപ്ലിഫിക്കേഷൻ, പിന്നെ ബോട്ട് ആൻഡ് സ്ട്രീം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ട്രിഗണോമെട്രി, മെൻസുറേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, പോളിഗൺസ്, ദെൻ പാരലോഗ്രാം, സർക്കിൾസ്, നമ്പർ സിസ്റ്റം, ഓൾജിബ്ര, ലീനിയർ ഇക്വേഷൻ. ഇത്രയും ടോപ്പിക്കുകളൊന്ന് നോക്കിയിട്ട് പോകുക, അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കുക. റിവിഷൻ കൊടുത്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ. മക്കളെ ഒരു കാര്യം മറക്കരുത്, കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റിന് എന്താ സംഭവിച്ചത്? NTPC ഗ്രാജുവേറ്റിന് സംഭവിച്ചത് കുട്ടികൾക്ക് മുഴുവനും എല്ലാ ക്വസ്റ്റ്യൻസും അറിയാമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അവർക്ക് സമയം കിട്ടിയില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ തീർക്കാനായിട്ട് സമയം കിട്ടിയില്ല. സമയമൊക്കെ എന്ത് ചെയ്തു, ടപ്പനെ അങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അറിയാം അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏൺ ചെയ്തെടുക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യും, കട്ടയ്ക്ക് അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സ്പീഡ് മാക്സിമം കയറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത നോക്കുക, അടുത്ത GK പോകുമ്പോൾ GK ഇത്രയും ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഒന്ന് പ്ലാൻ കിങ്ഡം നോക്കുക. പ്ലാൻ കിങ്ഡം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു മേഖലയാണ്. പ്ലാൻ കിങ്ഡം, അനിമൽ കിങ്ഡം, അതൊക്കെ നന്നായിട്ട് നോക്കുക. അതേപോലെ തന്നെ റിവേഴ്സ്, ദെൻ അതേപോലെ ഇന്ത്യയുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സ്, അതേപോലെ തന്നെ കോസ്റ്റൽ ലെങ്ത്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് പോവാം. ഡെക്കാൻ പ്ലാറ്റു, പെനിൻസുലർ പ്ലേറ്റു, ഹിമാലയാസ്, അതേപോലെ തന്നെ പാസസ്, ദെൻ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫോറസ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക.
പോവുക. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതേപോലെ തന്നെ പൊളിറ്റിയിലെ ആർട്ടിക്കിൾസ് മൊത്തം നോക്കുക, സുപ്രീം കോർട്ട് നോക്കുക, ഹൈക്കോർട്ട് നോക്കുക, പ്രധാനപ്പെട്ട റിട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ IT നോക്കുകയാണെങ്കിൽ ITയുടെ ഓപ്പറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ OS നോക്കുക, ഓപ്പറേഷൻ സിസ്റ്റം എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് നോക്കുക, MS വേർഡ് നോക്കുക, CPU. ദെൻ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ അവിടെ മുഗൾ ഡൈനാസ്റ്റി, അതേപോലെ ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റ്സ്, ദെൻ അതേപോലെ ഇന്ത്യയുടെ ഇൻഡെക്സ് റിപ്പോർട്ട്, ഓരോ പൊസിഷനിലും ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു, ഇന്ത്യയുടെ ഇൻഡെക്സ് റിപ്പോർട്ട് നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, ആ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് മൊത്തം ഒന്ന് പഠിച്ചിട്ട് പോവുക. അതേപോലെ സ്പോർട്സിനകത്ത് IPL, WPL അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ അത് കഴിഞ്ഞ് എക്കണോമിക് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വർഷത്തെയും പ്രത്യേകിച്ച് ലാസ്റ്റ് വർഷത്തെ ബാങ്കിങ് പെർഫോമൻസ് എങ്ങനെ പോകുന്നു, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് നോക്കിയിട്ട് പോവുക. ഇന്ന് ഓരോ പൊസിഷനിലും ആരൊക്കെയാണ് ഇന്ത്യയിൽ ഇരിക്കുന്നത്, ആ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. പ്രധാനപ്പെട്ട അവാർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക. പിന്നെ സ്ട്രാറ്റജിക്കയിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് നോക്കുക. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മൈക്രോ നോട്ട്സിന്റെ ഒക്കെ റിവിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മൈക്രോ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് 55 പേജസ് ആണ് മൈക്രോ നോട്ട്സിനകത്തുള്ളത്. അതിനകത്ത് ഏതാണ്ട് ഒരു 200ഓളം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട്. അത്രയും ടോപ്പിക്കുകൾക്കൊക്കെ നല്ലൊരു റിവിഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു റിവിഷൻ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. നന്നായിട്ട് വർക്ക് ചെയ്തോ മക്കളെ. ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം സമയം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം എന്ത് ചെയ്യുക അതിൻ്റെ പുറകെ ഇരിക്കുക. നന്നായിട്ട് വർക്ക് ചെയ്തോ. നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾക്ക് ഒരു മാരത്തോൺ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ക്ലാസ്സസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തോ, ജോലി കൊണ്ടങ്ങ് പോവുക. ഓക്കെ, മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.